നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യത്തിൽ ലക്ഷ്യസ്ഥാനങ്ങൾ കുറിക്കുകയാണ് ഇറാൻ. പശ്ചിമേഷ്യൻ ഭൂരാഷ്ട്രീയത്തിൽ വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ട് അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും നേരെ വിട്ടുവീഴ്ചയില്ലാത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ ഊർജ്ജ വൈദ്യുതി മേഖലകളെ ലക്ഷ്യം വെക്കാൻ അമേരിക്ക മുതിർന്നാൽ മേഖലയിലെ അമേരിക്കൻ പങ്കാളിത്തമുള്ള എല്ലാ എണ്ണവാതക കേന്ദ്രങ്ങളും തകർക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. വെറുമൊരു ഭീഷണിക്കപ്പുറം തങ്ങളുടെ പരിധിയിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളുടെ പട്ടിക പുറത്തുവിട്ടുകൊണ്ട് ഇറാൻ തങ്ങളുടെ സൈനിക കരുത്തും നിശ്ചയദാർഢ്യവും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇറാന്റെ പരമാധികാരത്തിന് മേലോ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മേലോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ അത് അമേരിക്കയുടെ നാശത്തിന് വഴി തെളിയിക്കുമെന്നാണ് വിവരമുള്ള സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്ക ഒരു തെറ്റ് ചെയ്താൽ മേഖലയിലെ അവരുടെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഞങ്ങളുടെ നിയമാനുസൃത ലക്ഷ്യങ്ങളായി മാറുമെന്ന പ്രസ്താവന ഇറാന്റെ ആത്മവിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. മേഖലയിലെ ഊർജ്ജ സുരക്ഷയുടെ താക്കോൽ തങ്ങളുടെ കൈവശമാണെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യമുള്ള പ്രധാന എണ്ണ കമ്പനികളെയും ശുദ്ധീകരണശാലകളെയും ഇറാൻ ഇതിനോടകം തന്നെ തങ്ങളുടെ മിസൈൽ പരിധിയിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു. UAE-യിലെ അൽ ഹോസ്ൻ ഗ്യാസ് ഫീൽഡ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അമേരിക്കൻ നിക്ഷേപവും പങ്കാളിത്തവുമുള്ള ഇത്തരം തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോകുന്നതാണ്. ഇറാന്റെ ഈ നീക്കം അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഖത്തറിലെയും സൗദി അറേബ്യയിലെയും വമ്പൻ വ്യവസായ സമുച്ചയങ്ങളും ഇറാന്റെ ലക്ഷ്യപ്പെട്ടുകയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്നായ റാസ് ലഫാൻ, ഖത്തറിലെ ഷെവ്റോൺ, മെസായിദ് ഹോൾഡിംഗ്, സൗദിയിലെ പ്രശസ്തമായ സാംറഫ് റിഫൈനറി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അതിനൂതനമായ മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോൺ കരുത്തുമുള്ള ഇറാൻ ഈ ലക്ഷ്യങ്ങൾ നിഷ്പ്രയാസം തകർക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് പരോക്ഷമായി വ്യക്തമാക്കുന്നു. സൗദി അറേബ്യയിലെ അൽ ജുബൈലിലുള്ള സദാര കെമിക്കൽസ് കോംപ്ലക്സ് പോലുള്ള $1 ബില്യൺ ആസ്തിയുള്ള പദ്ധതികളും അപകട ഭീഷണിയിലാണ്. അമേരിക്കൻ കമ്പനിയായ ഡൗ കെമിക്കൽസിന് വലിയ ഓഹരിയുള്ള ഇത്തരം കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അത് അമേരിക്കൻ സാമ്പത്തിക താൽപര്യങ്ങൾ കേൾക്കുന്ന കനത്ത പ്രഹരമായിരിക്കും. ഓരോ നിമിഷവും ഈ പട്ടിക പുതുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന ഇറാന്റെ പ്രഖ്യാപനം ഏതടിയന്തര സാഹചര്യത്തെയും നേരിടാൻ രാജ്യം സുസജ്ജമാണെന്നതിന്റെ തെളിവാണ്. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർത്ത് ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിക്കാമെന്നാണ് അമേരിക്കയും ഇസ്രായേലും കരുതുന്നത്. എന്നാൽ ഈ അധിനിവേശ ശ്രമം ഇറാനിയൻ ജനതയെ ഭരണകൂടത്തിനൊപ്പം കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. മിതവാദിയായ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പോലും ദേശീയ താൽപര്യങ്ങൾക്കായി ആയത്തുള്ളയുമായി കൈകോർത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഇറാന്റെ രാഷ്ട്രീയ ഐക്യത്തെയാണ് കാണിക്കുന്നത്. വിദേശ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു ജനതയുടെ ദേശസ്നേഹത്തിന് മുന്നിൽ ഉപരോധങ്ങൾ നിഷ്പ്രഭമാകുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.